തേൻ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില എരിവോടെയും പുളിവോടെയും ഉപ്പെന്നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ് പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പഴൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി കുട്ടിക്കലവറ. Empty spaces fill me up with holes. കുട്ടിവീരന്മാരുടെ പാചക വിരുത് കാണാൻ തയ്യാറല്ലേ? ഞങ്ങൾ സൂപ്പർ ആക്കിണ്ട്. കുട്ടിക്കലവറയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ സീരിയൽ രംഗത്ത് മികച്ച അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് ബീന ആന്റണി. നമ്മുടെ കുട്ടിക്കലവറയിൽ ബീന ചേച്ചിയുടെ കൂടെ ഉള്ളത് ദിയക്കുട്ടിയും അദ്വൈതുമാണ്. ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബീന ചേച്ചി ഇവരുടെ സ്കൂളിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗിരിനഗർ ഭവൻ സ്കൂളിലാണ്. നിങ്ങൾ തോന്നും ഞാനെന്താണ് ഇപ്പോൾ ഇവിടെ ഈ ഭവൻ സ്കൂളിൽ വന്ന് നിൽക്കുന്നതെന്ന് തോന്നണ്ട. കാരണം എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. അറിയാലോ, എൻ്റെ ആടുക്കുട്ടനും ദിയക്കുട്ടിയും. ഒരുപാട് സന്തോഷം. കാരണം എൻ്റെ മക്കൾ ഇവിടെ പഠിക്കുകയാണ്. എനിക്കെൻ്റെ പുതിയ മക്കളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ എൻ്റെ കുട്ടികളുടെ സ്കൂളിൽ ഇങ്ങനെ വരാനൊരു ചാൻസ് കിട്ടിയത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ദിയക്കുട്ടിയുടെ ക്ലാസ് റൂം നോക്കുകയാണ്. ഫസ്റ്റ് ഡേയിലാണ് ദിയക്കുട്ടി പഠിക്കുന്നത്. ഞാനവിടെ അസംബ്ലിയിൽ വെച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. പിന്നെ മോളുടെ ഒന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചു. ക്ലാസ് നടക്കുകയല്ലേ മിസ്? മാത്സിൻ്റെ. മിസ്സിൻ്റെ പേര് ശാന്തി മിസ്. അപ്പോൾ നമ്മൾ ദിയക്കുട്ടിയുടെ ശാന്തി മിസ്സിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ദിയ നല്ലൊരു കുട്ടിയാണ്. ഏറ്റവും ദിയ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഭയങ്കര എഫെക്ഷനേറ്റ് ആണ്. അവരുടെ സ്നാക്ക് ബ്രേക്കൊക്കെ കഴിഞ്ഞു. ദിയക്കുട്ടിയുടെ ക്ലാസ്സിൽ ബെഞ്ചിൽ ഞാൻ ദിയക്കുട്ടിയുടെ ഒപ്പം ഇരിക്കുകയാണ്. മോൻ്റെ പേരെന്താ? ഡേവിഡ്. ഡേവിഡാണ് എന്താണ് ദിയക്കുട്ടിയുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി അല്ലേ? അപ്പോൾ നമ്മൾ ദിയമോളുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മൾ ക്ലാസ് റൂമിൽ പോയി മിസ്സിനെ കണ്ടു, ദിയയുടെ ഫ്രണ്ട്സിനെ കണ്ടു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ആടുക്കുട്ടിൻ്റെ ക്ലാസ്സിൽ പോവാം. പിന്നെ വളരെ സന്തോഷമുണ്ട് അദ്വൈത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ കുട്ടിക്കലവറയിൽ വന്നതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആടുവിന്റെ പാർട്ട്ണർ. അദ്വൈത് കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, അദ്വൈത് നിരഞ്ജൻ മധുവിനെക്കാട്ടും ബെറ്റർ ആണ്. അപ്പോൾ ഞാനേ എല്ലാവരോടും ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? ഈശ്വര, എല്ലാവരും കുക്ക് ചെയ്യും. ഒരു കുക്ക് ചെയ്ത ഒരു സാധനത്തിന്റെ പേരെന്ന് പറ.
ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം എനിക്ക് എന്താ പറയുക, അമ്മമാര് മക്കളുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ പോകൂലേ, ആ ഒരു ഫീലിങ്ങിലൂടെയാണ് സത്യത്തിൽ ഞാൻ പോയത്. രണ്ടുപേർക്കും നല്ല ഭാവിയുണ്ടെന്ന് മിസ്സുമാർ പറഞ്ഞു. നന്നായിട്ട് എന്താ പറയുക, നല്ല കുട്ടികളാണ്. അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. ഒരു മെൻറ്റർ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മക്കൾക്ക് രണ്ടുപേർക്കും എല്ലാ ഇതുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബീന ചേച്ചിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ദിയക്കുട്ടിയും അദ്വൈതും കൂടെ ചേച്ചിയുടെ വീട്ടിലേക്ക് കൂടെ ഒരു യാത്ര പുറപ്പെട്ടു. അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കണ്ടു നോക്കൂ. എനിക്കറിയില്ല, നമ്മള് സർപ്രൈസ് ആയിട്ടല്ലേ പോണ. ഫോൺ വിളിച്ച് പറയാനും പറ്റില്ലല്ലോ. എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ബീനാൻഡിക്ക് മേടിക്കണ്ടേ? അല്ലാതെ കൊണ്ടുപോയ ബീനാൻഡിക്ക് ഇഷ്ടാവില്ലല്ലോ. എനിക്ക് ഐഡിയ കിട്ടി. നമ്മൾക്ക് ഇത്തിരി ഫ്ലവേഴ്സ് വാങ്ങിച്ചാലോ? നമുക്ക് റോസ് പൂ മേടിക്കാം. വേണ്ട, നമുക്ക് റോസ് പൂവും കുറെ ഫ്ലവേഴ്സ് എല്ലാം പോക്കറ്റ് വാങ്ങിക്കാം. അതൊക്കെ വേണ്ടേ? താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇന്ന് ഞെട്ടിച്ചു കളഞ്ഞു ആന്റിയെ രണ്ടുപേരും. സർപ്രൈസ്. ഇതിന്റെ ഉള്ളില് കേക്കണം, സർപ്രൈസ് ആണ്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടുപേരെ. നമുക്ക് വീട്ടിലേക്ക് പോവാം. എങ്ങനെ ആന്റി അറിഞ്ഞു ഞങ്ങൾ ഇവിടെ വരാൻ പോണത്? അയ്യോ, ആന്റി അല്ലേ അപ്പൊ വണ്ടി അയച്ചത് നിങ്ങൾക്ക്? സർപ്രൈസ് സർപ്രൈസ് അല്ല, ഇത് ഞങ്ങള് വെയിറ്റിംഗ് ആയിരുന്നു. ഇതാണ് ആന്റിയുടെ വീട്. ഇത് ആദ്യം സർപ്രൈസ് നോക്കണ്ടേ? ഇതിവിടെ വെച്ച് വെച്ചു. ലെറ്റർ ഒക്കെ ഉണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ പാർട്ടി ദിയ ഉണ്ണി ദിയ. ഇതൊക്കെയാണ് എൻ്റെ അടുത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ലെറ്റർ. താങ്ക് യു. അപ്പൊ അതിനൊരു താങ്ക് യു കേട്ടോ. ഇനി അടുത്ത സർപ്രൈസ് കേട്ടോ. എൻ്റെ ഈ 10 മെന്റേഴ്സിന് കിട്ടാത്തൊരു ഭാഗ്യമാണ് എൻ്റെ മക്കൾ. എനിക്കിതാ വളരെ നല്ലൊരു കമ്മലാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി. എന്താണ്, വിശക്കണുണ്ടോ? അത് കേൾക്കട്ടെ. ഉണ്ടോ? പിന്നെ 3 പേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പറയൂ. ഏക കണ്ടേന ഫ്രഞ്ച് ഫ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. എനിക്കറിയാം ശങ്കുരുവിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ അത് ഞാൻ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 2 പേർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാം. ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങ് അതിന്റെ തൊലിയൊക്കെ നന്നായിട്ട് ചീകി അത് കഴുകിയെടുത്ത് അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ ഉപ്പ് തളിച്ച് വെച്ചിരിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പതുക്കെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫിംഗർ ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു തരട്ടെ? ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ടിപ്സൊക്കെ ചില സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയത്തെ ഒരു കുക്കറി സെഗ്മെൻറ്റ് വരുമ്പോൾ അവർ കലക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊക്കെ അവർ അവിടെ പയറ്റി നോക്കും. കാരണം അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്. അപ്പം നമുക്ക് അടുത്ത ഒരു ഇത് വരുമ്പോഴേക്കും തകർക്കണ്ടേ? ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞേ. Frozen waves where the past comes back to life. Fight fear for the selfish pain, it was worth it every time. Hold still right before we crash, cause we both know how this ends. A clock ticks till it breaks your glass and I drown in you again. Cause you are the piece of me I wish I didn't need. Chasing relentlessly
അപ്പോൾ ഇവൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആപ്പിൾ വേണം, പൈനാപ്പിൾ വേണം, വാട്ടർമെലൺ വേണം, പപ്പായ വേണം, ഗ്രേപ്സ് വേണം, ചാട്ട് മസാല വേണം, ബ്ലാക്ക് സോൾട്ട് വേണം, പിന്നെ സോൾട്ട് വേണം. അപ്പോൾ ഞങ്ങളിത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾക്കിത് ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്ന ആഗ്രഹമുണ്ട്. ഫ്രൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വാട്ടർമെലൺ കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അതിന് വാട്ടർമെലൺ വേണം, ഇത് വേണം, ഇത് വേണം, അതിന് ഒത്തിരി സാധനങ്ങൾ വേണം. ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഒത്തിരി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും, ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കാം. കത്തി തിരിച്ചു പിടിക്കുക. ഇങ്ങനെയല്ലേ, ഇത് കൂടെ മുറിക്കുക. ഒരു ഉണ്ട്, ഇത് കൂടെ മുറിക്കുക. ഇതാണെന്ത് എനിക്ക് മാത്രം ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ തോന്നില്ല. അത്ര വേണ്ട. ഇടക്കിടക്കിനെ ഓരോ പീസ് തിന്നുന്നുണ്ട്. ചോര. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് അതിങ്ങനെ പല രണ്ടും ഉണ്ടാവും, റൗണ്ടിൽ ഫുള്ളും. അല്ലെങ്കിൽ ആപ്പിൾ മാറ്റി പൈനാപ്പിൾ ആക്കാം. പൈനാപ്പിൾ കുറേ ഉണ്ടല്ലോ. അല്ല, നമുക്കൊരു കാര്യം കളർഫുൾ നമുക്ക് നോക്കാം അങ്ങനെ. എന്നിട്ട് വേണമെങ്കിൽ നോക്കിയൊക്കെ സമയം കളയരുത്. അത് ഞാൻ വേഗം ചെയ്യാം. ഇതാ വലുതായ അത് വേണ്ട. മനസ്സിലായി, പ്ലാൻ ഉണ്ട്. കട്ടിയില്ല, ഒരു മിനിറ്റ് ഒരു ചേർത്ത്. ഇതിപ്പോ ഈ കളറ്, എന്നിട്ട് അടുത്ത ആപ്പിൾ മറിച്ചിടണം. അയ്യോ, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ മറന്നുപോയി. തെറ്റിപ്പോയി. സാൾട്ടൊന്നും ഇട്ടിട്ടില്ല. എന്ത് കാണിക്കണേ? അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ അതൊക്കെ ഇടുന്നത്. വേണ്ടായിരുന്നല്ലോ, സായോടെ തന്നെ ഓരോ പീസ് വന്നു. പട്ടിക്കടിക്ക അത് ഞാൻ മുറിച്ചോളാം. താ ശരി 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 പറയാൻ മാത്രമല്ല ഒരു 5 പ്രാവശ്യം ധൃതി പിടിക്കല്ലേ, എന്റെ കോൺസെൻട്രേഷൻ പോകും. കോൺസെൻട്രേഷനാണ് ഒരാള്. എനിക്ക് പിന്നെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. ശരി, സമ്മതിച്ചേ ദൈവമേ. ആദ്യം എനിക്ക് ഒരുത്തിരി ചെയ്യണ്ട, ഇപ്പുറത്തെ വർഷം ഞാൻ ചെയ്യും. ശരി, ശ്രദ്ധിച്ച്, ബി കെയർഫുൾ. ചാട്ട് മസാല ഞാൻ ഇട്ടു. ഇനി ഉപ്പിടാണ്,
ഇനി ഞാൻ കുറച്ച് ബ്ലാക്ക് സോഡ ഇടാണ്. ഇത് എന്താ ചെയ്തു? എനിക്ക് ചെയ്യാൻ വയ്യ. ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണദേവ് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇടാനുള്ളത് സാൾട്ടും പിന്നെ കുറച്ച് ബ്ലാക്ക് സോൾട്ടും പിന്നെ ചാട്ട് മസാല മാത്രമേ. അത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ടായിരിക്കും നമ്മുടെ കഴിയാൻ പോകുന്നത്. ഈ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബ്ലാക്ക് സോൾട്ട്, ചാട്ട് മസാല, ഉപ്പ് ഇതൊക്കെ ഇട്ട് ഈ ഇളക്കി ഇത് പിന്നെ ഒരു നല്ല ഉഗ്രനൊരു ഫ്രൂട്ട് ചാട്ട് റെഡി. നമുക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോഴേ ഇങ്ങനെ ഒന്നും അയക്കാകാതിരിക്കാതെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് അമ്മമാരുള്ളിൽ പോകുമ്പോൾ എടുത്ത് തിന്നാം. അതുമല്ല ഇപ്പം ചാട്ട് മസാലയൊക്കെ ഇടുന്നുണ്ടേ നല്ലൊരു വേറെ രീതിയിലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും സ്കൂളിൽ വിട്ട് വരുമ്പോൾ നിങ്ങളുടെ അമ്മമാർക്ക് പറഞ്ഞാൽ മതി ഇങ്ങനൊരു ഡിഷ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ചെന്ന്. ഞങ്ങൾ ഉണ്ടാക്കി ഫ്രൂട്ട് ചാട്ട്. പിന്നെ അതിൻ്റെ അകത്ത് സാൾട്ട് വേണം, പിന്നെ ബ്ലാക്ക് സാൾട്ടും പിന്നെ എൻ്റെ പേര് എന്തായിരുന്നു പെപ്പർ. എല്ലാ ഫ്രൂട്ട്സ് എടുത്ത് ഞങ്ങൾ സാൾട്ടും പിന്നെ ചാട്ട് മസാല എല്ലാം എടുത്ത് മിക്സ് ചെയ്യണം. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. ഇന്നത്തെ കുട്ടിപ്പാചകത്തിലെ വിജയി ജിയോയും അരുന്ധതിയുമാണ്. കുട്ടിക്കലവറയിലെ കുരുന്നുകളുടെ കഴിവുകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അവരുടെ കുസൃതി തരങ്ങളും രസകരമായ പല കാഴ്ചകളും നമ്മൾ കണ്ടു. ഇവിടെ മറ്റൊരു രസകരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, അരുന്ധതി കുട്ടിയെ ബെല്ലി ഡാൻസ് പഠിപ്പിക്കുന്നു. ഒന്ന് കണ്ടു നോക്കാം അല്ലേ. എനിക്ക് ഡാൻസ് അറിയാമോ? അറിയാം, ക്ലാസിക്കലും സിനിമാറ്റിക്കും. ഒരു സ്റ്റെപ്പ് കാണിച്ചേ, ഏതെങ്കിലും. ക്ലാസിക്കലിൻ്റെ കാണിക്കാം. ഏതെങ്കിലും കുട്ടിക്കലവറയുടെ പെൺപട ഡാൻസ് പ്രാക്ടീസിലാണ്. ക്ലാസിക്കൽ ഡാൻസിൽ പുലിയാണെന്ന് പറഞ്ഞു നടക്കുന്ന അരുന്ധതിയെ ബെല്ലി ഡാൻസ് പഠിപ്പിക്കുകയാണ് ആമ്രിൻ. ഞാൻ കണ്ടില്ലേ, അവർ ശ്രദ്ധിച്ചു നോക്കണം. കൈയൊന്നും ചെയ്യണ്ട. പഠിപ്പിക്കുമ്പോ ആരാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ എന്നെ പക്ഷെ പഠിക്കുമ്പോ കൈയൊന്നും ചെയ്യണ്ട. കാലിന്റെ ഇവിടെ തൊട്ടാണ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ആദ്യത്തെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പും കൂടി കാണിക്കട്ടെ. അടുത്ത് ഞാൻ ചെയ്യാവേ. അല്ലെങ്കിൽ ഇത് മതി. അത് പറ്റോ? അത് സിമ്പിളായിരിക്കും. ചില സിമ്പിൾ സ്റ്റെപ്സ് ആമ്രിൻ കാണിച്ചു കൊടുത്തെങ്കിലും അരുന്ധതിക്കും ആഷ്നിക്കും ഒന്നും ബെല്ലി ഡാൻസ് അത്ര കണ്ടു വഴങ്ങിയില്ല. എന്തായാലും അതോടുകൂടി ഇവരെ ബെല്ലി ഡാൻസ് പഠിപ്പിക്കുക എന്ന ശ്രമകരമായ ജോലിയിൽ നിന്നും ആമ്രിൻ പിന്മാറി. ഇനി ബെല്ലി ഡാൻസ് അല്ല, വേറെ എന്തോ ഒരു ഡാൻസ് ആണ് ഇവരിവിടെ കളിക്കാൻ പോകുന്നത്. ഇത് ഈസി സ്റ്റെപ്പാ.